ഒത്തിരി വൈകിയാണ് ഞാൻ കഴിഞ്ഞ രാത്രി കിടന്നത്. ഒത്തിരി രാവിലെ എന്നെ തട്ടി ഉണർത്തി. കർത്താവ് ഈ ദിവസങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നലെ ന്യൂ ഇന്ത്യയുടെ കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടെ ഓർപ്പിക്കുകയുണ്ടായി. നമ്മളറിയാതെ പലപ്പോഴും വ്യാകുലപ്പെട്ട് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആത്മാവുള്ള മനുഷ്യനോട് താൻ തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ ബാക്കി പറ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്തിന്? നിന്നെ വിളിച്ചൊരു ദൈവമില്ലേ? ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്നിൻ്റെ പേരിലും നമ്മൾ നിരാശപ്പെട്ടു പോകാതെ. പണം നഷ്ടപ്പെടാം, ബിസിനസ് നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, വാഹനങ്ങൾ നഷ്ടപ്പെടാം, കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. വെട്ടുക്കിളിയും പുറകെ വന്ന വിട്ടിലും പിന്നെ വന്ന പച്ചപ്പുഴുവും പിന്നെ വന്ന തുള്ളനും മുളച്ചു വന്നതെല്ലാം തിന്ന് ഒരു കമ്പ് മാത്രമാക്കി ഉണങ്ങിയ വൃക്ഷം പോലെ ആക്കി തീർത്തു എന്ന് വരാം. പക്ഷേ ഒരു വൃക്ഷം ഉണങ്ങിയാലും അതിന് പ്രത്യാശയുണ്ട്. മഞ്ഞ് പെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? ആ ഉണങ്ങിയതിൻ്റെ മീതെ മഞ്ഞ പാർക്കും. മഞ്ഞിൻ്റെ ഗന്ധം, വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ അത് പൊട്ടിക്കിളർത്ത് വരുന്നത് പോലെ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം പറഞ്ഞു, ശൂന്യമാക്കപ്പെട്ടു പോയി, ഉണങ്ങിപ്പോയി, വരണ്ടു പോയി എന്നൊക്കെ പറഞ്ഞ ചില വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങി ഒരു പുതിയ നാമ്പ് മുളച്ചു വരുന്നത് പോലെ, ഒരു തളിർപ്പ് വരുന്നത് പോലെ ദൈവം ചില കുടുംബങ്ങളെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച്, ഇവിടെ മാത്രമല്ല ലൈവിൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ പറയട്ടെ, നീ നിരാശപ്പെടരുത്. നീ ദൈവത്തിൽ പ്രത്യാശയുള്ള വ്യക്തിയായിരിക്കുമെങ്കിൽ ദൈവം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി സമയമെടുക്കുന്നില്ല. 36-ാം സങ്കീർത്തനത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഒന്ന് വേഗം വായിച്ച് ചില ചിന്തകൾ ഓർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ആ ആ നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അടുത്ത വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇന്ന് രാവിലെ കാണണം. ഇന്നലകളിൽ കേട്ടതൊക്കെ ഇന്ന് പകൽ കാണുവാൻ, പലതും വെളിപ്പെട്ടു വരാൻ കഴിയാതെ ഇരുട്ടുകൊണ്ട് മറയിട്ട് വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നീ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം അതിന്മേൽ അടിച്ചിട്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ, നിന്റെ കുടുംബത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഒരു ശോഭയുള്ള അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തുന്നത് പോലെ ഈ ദിനങ്ങളിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര പേര് ഇവിടെ രാവിലെ വന്നിട്ടുണ്ട്? ചോദ്യങ്ങൾ ഒരുപാട് നമ്മോട് ചോദിച്ചേക്കാം. നെഹമ്യാവ് ആലയം പണിതപ്പോൾ ഒരു കൂട്ടര് വന്ന് ചോദിച്ചു, ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകൾ ജീവിക്കുമോ? ഒരു ചോദ്യമാണ്. ഈ തകർന്ന് തരിപ്പണമായി തീവെന്ത് ചുട്ടുകിടക്കുന്ന വെറും ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചോദ്യം, ഉണങ്ങി വരണ്ട് കിടക്കുന്ന താഴ്വരയിലെ അസ്ഥികളെ നോക്കി ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ചോദ്യങ്ങളാ. ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, ഇറച്ചി കൂടെ തരാൻ
ഈ ദൈവത്തിന് കഴിയുമോ? ഹോ, നാലാമത്തെ ചോദ്യം, നീ എന്നേക്ക് ഞങ്ങളെ തള്ളിക്കളയുമോ? ഹോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഇന്ന് രാവിലെ. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ ചോദ്യം, മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കൂടെ തരാൻ ദൈവത്തിന് കഴിയുമോ? ഓ, ഇന്നൊരു പകൽ 1000 ചോദ്യങ്ങളുമായി നീ ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. 11ാം മാസം അവസാനിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ, അടുത്ത 1 മാസം കൊണ്ട് 25 എന്ന് പറയുന്ന വർഷം കടന്നു പോകുമ്പോൾ, കർത്താവേ, ഒത്തിരി കേട്ടു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ദേ തീരാൻ പോകുന്നൊരു വർഷം നടന്നില്ലല്ലോ, നിവർത്തിച്ചില്ലല്ലോ, എൻ്റെ കണ്ണുനീര് പാഴായോ, എൻ്റെ പ്രാർത്ഥന നിഷ്ഫലമായോ, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലയോ എന്ന് ചോദിക്കുന്നിടത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകൾ ജീവിച്ചെങ്കിൽ, അവർ നോക്കി നിൽക്കുമ്പോൾ താഴ്വരയിലെ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേറ്റെങ്കിൽ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നോക്കി നിൽക്കുമ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ചിട്ട് ഇറച്ചി കാടയായി പറന്നു വന്നെങ്കിൽ, അവർ നോക്കി നിൽക്കുമ്പോൾ മഞ്ഞിപ്പൊതിഞ്ഞ മന്ന മരുഭൂമിയിൽ വീണെങ്കിൽ, ഇന്ന് പകൽ നീ കണ്ടിട്ടില്ലാത്ത, നിന്റെ ദൃശ്യമായ കണ്ണുകൾക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് നിന്റെ ചോദ്യങ്ങളുടെ മറുപടി ദൈവം പെയ്തിറക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ആലയത്തിൻ്റെ പുഷ്ടി ഇന്ന് രാവിലെ നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ആരോടൊക്കെയോ ശക്തമായി ഈ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ദയ എത്രയോ വലുതാകയാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നിച്ച് ആ ചിറകിന്റെ നിഴലിൽ അഭയം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് എല്ലാം പുതിയൊരാരംഭമാകുമെന്ന് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുവാൻ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ഞാനത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളത് മറക്കാതെ കുറിച്ച് വെക്കണം. പ്രാർത്ഥിക്കുന്നവന് എല്ലാം ഒരു പുതിയ ആരംഭമാണ്. ഇന്ന് പകൽ ചില പുതിയ ആരംഭങ്ങൾ നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ സ്തോത്രം ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെട്ടൊരു ദൂതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടാരത്തിൽ പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാവിലെ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ കുടുംബത്തിൽ ഈ ഡിസംബർ 31 മുമ്പേ ചില പുതിയ ആരംഭങ്ങൾ എന്നോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ പുതിയ ചില ആരംഭങ്ങൾ. ഓ, എന്താ പുതിയ ആരംഭം? പ്രാർത്ഥിച്ചവൻ ഇരുന്നപ്പോൾ യാക്കോബ്, എഴുന്നേറ്റപ്പോൾ ഇസ്രായേൽ. ഒരല്ലേലൂയ പറയണം. പ്രാർത്ഥിച്ചവൻ ഇരുന്നത് വെറും യാക്കോബ്, പക്ഷെ എഴുന്നേറ്റത് ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭുവായിട്ടാണ്. പ്രാർത്ഥിച്ചവൻ ഇരുന്നത് കാട്ടിൽ വെറും ആട്ടിടയൻ, പക്ഷെ എഴുന്നേറ്റത് രാജാവായിട്ടാ. നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച അബ്രഹാം ഇരുന്നത് ഒരു വിഗ്രഹാരാധിയായിട്ടാ, പക്ഷെ എഴുന്നേറ്റത് ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാ. നല്ല സ്തോത്രം രാവിലെ പറയണം. പ്രാർത്ഥിച്ച് ഇസഹാക്ക് കിണറുകൾ കുടിച്ചപ്പോൾ എല്ലാം പെലിസ്ത്യര് മൂടിപ്പോയപ്പോൾ ശത്രു പറഞ്ഞു, ഒന്നും ഗതി പിടിക്കത്തില്ലടാ, നീ കുടിച്ചതെല്ലാം മൂടിപ്പോയില്ലേ, എല്ലാം മണ്ണിട്ട് മൂടിയില്ലേ. പക്ഷെ അവൻ അപ്പുറത്തോട്ട് മാറി കുടിച്ചപ്പോൾ ഒരു രഹബോത്തുണ്ടായി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലെ, ശത്രു മൂടിക്കളഞ്ഞ ജലമണ്ഡലത്തിൽ ആത്മാവ് പ്രവചിച്ചു പറയുകയാ, ദുഷ്ടപിശാച് മൂടിക്കളഞ്ഞ ചില ഉറവകളെ തൊട്ടങ്ങോട്ട് മാറി ദൈവം തുറക്കാൻ പോകുകയാ. ഓ റബലബ ശബ്ദരാജന.
ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആത്മാവ് ആവർത്തിച്ച് പറയുന്നു, പല പ്രാവശ്യം കുഴിച്ചു, പല പ്രാവശ്യം ഉറവ് കണ്ടു. എന്നാൽ കോരി കുടിക്കും മുമ്പേ ശത്രു മണ്ണിട്ട് മൂടിയത് ആർക്കും മൂടാൻ കഴിയാത്തതുപോലെ അങ്ങോട്ട് മാറി ഒരു ഉറവ. ഹല്ലേലൂയ. നിന്നിടത്ത് നിന്ന് അങ്ങോട്ട് മാറി കുടിച്ചപ്പോൾ ആ ഉറവ ഒരു രഹബോത്തായെങ്കിൽ അവൻ പറയുകയാണ്, യഹോവ ഇവിടെ എന്നെ വർദ്ധിപ്പിക്കും. ഒന്ന് പറഞ്ഞേ വാഗുണ്ട് പറഞ്ഞേ, യഹോവ. കേട്ടില്ല? യഹോവ ഇവിടെ എന്നെ വർദ്ധിപ്പിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരോടാ പറയേണ്ടത്? ഇന്നലകളിൽ മണ്ണിട്ട് മൂടിയ പോരിനോട്, മണ്ണിട്ട് മൂടിയ വ്യാപാരത്തോട് ഇന്ന് രാവിലെ ആത്മാവി പറയണം, എടാ നിനക്കെന്നും മൂടാൻ കഴിയത്തില്ലടാ. ഇവിടെ യഹോവ എന്നെ വർദ്ധിപ്പിക്കും, ഇവിടെ യഹോവ എനിക്ക് ഇടമുണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കുന്നവരിന്ന് രാവിലെ ആത്മാവിൽ പ്രതികരിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. സ്വർഗം ഇന്ന് രാവിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകനെന്ന് തോന്നി, ആരും സഹായമില്ലാതെ വീട് വിട്ടോടിപ്പോയവന്റെ മുമ്പിൽ സൂര്യൻ അസ്തമിച്ചു. ചെന്ന് ഉറങ്ങിയതൊരു കല്ല് തലയണയായി വെച്ച, പരിപരിപ്പുള്ള കാട്ടിൽ കിടക്കുന്ന കല്ല് തലയണയായി വെച്ച് ഭയപ്പെട്ടെടുക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, മോനെ ഇത് ലൂസാടാ, ഇത് ലൂസാ. പക്ഷെ നേരം വിളക്കും മുമ്പേ ഞാനതിനെ ബദലാക്കുമടാ. പ്രാർത്ഥിക്കുന്നവനെല്ലാം പുതിയതാ കേട്ടോ. കിടന്നത് ലൂസിൽ. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? കിടന്നത് ലൂസിൽ, പക്ഷെ എഴുന്നേറ്റത് ബദേലിൽ. ഇന്ന് രാവിലെ യോഗം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ഒരു ബദേലിന്റെ അനുഭവത്തിൽ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ശക്തമായി രാവിലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കിടന്നത് ലൂസിൽ, എഴുന്നേറ്റത് ബദേലിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കിടന്നത് പത്മോസ് എന്ന മരണത്തിന്റെ തടവറയിൽ, എഴുന്നേറ്റത് വെളിപ്പാടിന്റെ കലവറയിൽ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മെസ്സേജ് മറക്കല്ല. പ്രാർത്ഥിക്കുന്നവന് എല്ലാം പുതിയതാ. പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, പ്രാർത്ഥിക്കുന്നവന് എല്ലാം പുതിയതാ. ഇന്ന് രാവിലെ ഈ 2025 നവംബർ 23 എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവര്. ഓ റബലമന ദരജന രഗദര ജഗശംദരെ റൗഷ സൈദര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വെളിപ്പാടുകളുടെ തലം മാറാൻ പോകുകയാണ്. ഇവര് വിചാരിച്ചത് പത്മോസി കൊണ്ടിട്ടാൽ പച്ചമാംസം കൊത്തിക്കീറുന്ന കഴുകനും ആഞ്ഞുകൊത്തി വിഷം കയറ്റി കൊത്തി മലർത്താൻ നിൽക്കുന്ന പാമ്പുകളും മുന്നിൽ കൂടെ കെട്ടിപ്പിടിച്ച് വാലുകൊണ്ട് കുത്തി കൊല്ലാൻ നിൽക്കുന്ന തേളുകളും കടൽ പാമ്പുകളും കടൽക്കാറ്റും ഒക്കെ വന്ന് ഭക്തനെ കൊല്ലുമെന്നാണ് വിചാരിച്ച്. പക്ഷെ സ്വർഗം പറഞ്ഞ, മോനെ മുകളിൽ വാതിൽ തുറക്കാൻ പോകുകയാണ്. അവൻ കർത്തു ദിവസത്തിൽ പേടിച്ച് നിരാശപ്പെട്ടെന്നല്ല, അവൻ ആത്മാവിൽ വിവശനായി. അവൻ നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. ഓ, ഞാനിന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂത് കൈമാറുകയാണ്. പ്രാർത്ഥിക്കുന്നവന് മരണത്തിൻ്റെ തടവറയെ വെളിപ്പാടുകളുടെ കലവറയാക്കിക്കൊണ്ട് ഇന്ന് രാവിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന, ജീവൻ നൽകുന്ന, പ്രകാശം പരത്തുന്ന ഹല്ലേലൂയ. നമ്മുടെ ഇവിടെയൊക്കെ രാവിലെ ഒരു 4:30 ആകുമ്പോൾ നേരം വിളക്കും. രാത്രി ഒരു 7 മണിയായിട്ടൊക്കെ ഇരുട്ടത്തും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ ചെന്നപ്പോൾ അവിടെ ഒരു 4 മണിയാകുമ്പോൾ രാത്രിയാവും. പകൽ 4 മണിയാകുമ്പോഴേ ഭയങ്കര രാത്രി. രാവിലെ 8 മണിയായാലും നേരം വിളക്കത്തിൽ. രാത്രി ഒത്തിരി കൂടുതലും പകൽ ഒത്തിരി കുറവുമാണ്. സ്തോത്രം. ഭയങ്കര ഇരുട്ട്. ചില സ്ഥലങ്ങളുടെ പ്രത്യേകതയാണ്. ഈ പത്മോസിലും വെളിച്ചം വളരെ കുറവാണ്. എപ്പോഴും അന്ധകാരം കുടികുത്തി വാഴുന്നൊരു പ്രദേശമാണ്.
ഭൂതപ്രേത പിശാചുക്കളുടെയൊക്കെ അധിവാസ കേന്ദ്രമാണ്. അവിടെയാ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടിട്ട്. ഹല്ലേലൂയ. അവനെ കൊമ്പും ഒക്കെ വെച്ച് വന്ന പിശാചിനെ കണ്ടെന്നല്ല, മാറത്ത് പൊൻകച്ച കെട്ടിയ ഉലിയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുള്ള, നിലയങ്കി ധരിച്ച, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള, മുഖം സൂര്യശോഭയുള്ള, മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ള, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള, സ്വോത്രം പറയണം, കടലിൻ്റെ തിരയെ ഭേദിക്കുന്ന ശബ്ദമാണ് അവൻ്റെ. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള, തകർത്ത ഇടിനാദം പോലെ ശബ്ദമുള്ള യേശു പുൻപിനിക്കുന്നത് അവൻ കണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്നെ ഭയപ്പെടുത്തുന്ന പല ശബ്ദങ്ങളുടെ മേളിൽ ഇന്ന് രാവിലെ എൻ്റെ യേശുവിൻ്റെ ശബ്ദമുണ്ട്. നിന്റെ വെളിപ്പാടിൻ്റെ തലങ്ങളെ ദൈവം ഈ പകൽ തുറക്കാൻ പോകുകയാ. ചില ദർശനങ്ങളെ ഇന്ന് രാവിലെ ദൈവം നിന്റെ മുമ്പിൽ കാണിക്കാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവനെല്ലാം പറ ഉറക്കെ പറ, ഞാനൊരു പുതിയ വിടുതൽ കാണുമെന്ന് പറ, ഒരു പുതിയ വഴി കാണുമെന്ന് പറ, അത് ജീവന്റെ വഴിയായിരിക്കും എന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ഒരു പുതിയ ഉറവ കാണുമെന്ന് പറ, അത് ജീവന്റെ ഉറവയായിരിക്കും എന്ന് പറ. അത് നല്ല ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് കിഴക്കോട്ടൊഴുകി വരുന്ന അല്ലെ പളുങ്ക് പോലെ സുന്ദരമായൊരു നദി, അതിനകത്ത് ചലിക്കുന്ന പ്രാണിയൊക്കെ ജീവൻ വെക്കുന്നത് പോലെ ഇരുകരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ അതാത് മാസം അതാത് ഫലമുളവാക്കുന്നത് പോലെ പുതിയ നന്മകൾ ഉളവാക്കുന്ന ഒരു പുതിയ നദിയുടെ ഒഴുക്ക്, ഒരു പുതിയ ജീവന്റെ വഴിയുടെ ഉറവ ഇന്ന് രാവിലെ ആർക്കൊക്കെയോ വേണ്ടി എൻ്റെ ദൈവം തുറക്കുകയാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കല്ലേ. അസാധാരണമായൊരു ദൂത് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം വായിച്ചേ. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയതെന്ന് പറഞ്ഞേ എല്ലാവരും. കർത്താവ് ഒന്ന് കേൾക്കട്ടെ. ദയ കൊണ്ടാ നിൽക്കുന്നത് കേട്ടോ, ദയ കൊണ്ടാ നിൽക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് പോയ കൊച്ച്, വീട്ടിൽ 2 വയസ്സായ കുഞ്ഞ് കിടക്കുന്നു, വയറ്റിൽ 6 മാസമായ കുഞ്ഞ് കിടക്കുന്നു. ഒത്തിരി സ്വപ്നങ്ങളുമായി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വീട്ടിലുള്ള കുഞ്ഞിനെ കാണാൻ നിറവയറുള്ള ഈ സഹോദരി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എതിരെ പാഞ്ഞു വന്ന മരണം. ആ വഴിയിൽ വെച്ച് 6 മാസം വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും ആ തള്ളയും കൊന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ റോഡ് മുറിച്ച് കിടക്കാഞ്ഞിട്ടല്ല, നിന്റെ ദയ എത്ര വലിയതാ. സ്തോത്രം പറയണം. നിന്റെ ദയ ഒന്ന് പറഞ്ഞ എല്ലാവരും. ദൈവമേ, ഒന്ന് വിളിച്ചേ, ദൈവം കേൾക്കട്ടെ. ദൈവമേ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയതാ. സ്വർഗമാന്ന് കേൾക്കട്ടെ. ഇന്ന് രാവിലെ ആരാധിക്കാൻ വകയുണ്ട് കേട്ടോ, സ്തുതിക്കാൻ വകയുണ്ട് കേട്ടോ. നമ്മുടെ തലമുറകളൊക്കെ പല രാജ്യത്ത് പാർക്കുകയല്ലേ. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്. എന്നിട്ട് പറയുകയാണ്, മനുഷ്യപുത്രന്മാരായ ഞങ്ങൾ ദയുള്ള നിന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കുക. ഇന്ന് രാവിലെ മറയാൻ ഒരു ചിറകുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും നമ്മളെ കൈവിട്ടാലും, പല തണലുകളും മാറിപ്പോയാലും, സഹായിക്കാമെന്ന് പറഞ്ഞവർ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വന്നേക്കാം, കൈത്താങ്ങൾ തരാമെന്ന് പറഞ്ഞവർ മിണ്ടാതെ പോയേക്കാം. നീ വിഷമിക്കണ്ട, ശരണം പ്രാപിക്കാൻ ഒരു ചിറകുണ്ട്, അതൊരിക്കലും മടക്കത്തില്ല കേട്ടോ. നിന്നെ അതിനകത്ത് ഇങ്ങനെ പരിപാലിക്കുകയാ. ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ആ ചിറകിൻ്റെ മറവിൽ ശരണം അനുഭവിക്കുന്ന ആളാ കേട്ടോ. ഇന്ന് വരെ അവൻ അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും അവിശ്വസ്തനായപ്പോഴും എൻ്റെ അടുക്കൽ വന്ന് വിശ്വസ്തയോടെ ആ ചിറകിൻ്റെ അകത്ത് ശരണം തന്ന ദൈവം ഇന്ന് രാവിലെ നിനക്കൊരു ശരണമായി
തട്ടിയതായി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ! അത്യുന്നതന്റെ മറവിൽ വസിച്ച് സർവശക്തന്റെ നിഴലിൽ കീഴിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകയാൽ ഇന്ന് രാവിലെ ശരണത്തിനായി ഒന്ന് പറഞ്ഞേ, ശരണത്തിനായി ഞങ്ങൾ ഓടി വരികയാണ്. ദൈവമേ, നിന്റെ ദയ എത്രയോ വലിയതാ. ആ ദയ മാറിപ്പോയിട്ടില്ല, ആ ദയ മാറിപ്പോയിട്ടില്ല. നീ ഇന്ന് രാവിലെ ആ ദയയുടെ പരിധിക്കകത്ത് വരുമെങ്കിൽ വീണ്ടും ആ ദയ ഒരു നദി പോലെ, ഒരു സമാധാനത്തിന് നദി പോലെ നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ ഒരു പുതിയ ഒഴുക്ക് ലാവ പൊട്ടി ഒഴുകി വരുന്നത് പോലെ പുതിയ ഒരു അനുഭവത്തിൻ്റെ ഉറവ ഇന്ന് രാവിലെ ചില കൂടാരങ്ങളിൽ ദൈവം പകരുകയാ. ഏറ്റെടുക്കുന്നവർ കരമടിച്ചിന്ന് രാവിലെ പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ദുഷ്ടൻ വരുന്ന കേടുകൾ, ദുഷ്ടം വരുന്ന കെടുതികൾ, ചില ശൂന്യതകൾ ഇന്ന് രാവിലെ ദൈവം അഴിച്ചു മാറ്റുകയാ. പുരാതനമായി കെട്ടിയ ചില കെട്ടുകളെയൊക്കെ ഇന്ന് രാവിലെ ഓ ഇന്ന് രാവിലെ അല്പം ബെത്തപ്പാട് സഹിച്ചാണെങ്കിലും എനിക്കറിയാം 4 മണിക്കൊക്കെ 5 മണിക്കൊക്കെ എഴുന്നേറ്റെങ്കിലേ ഓടി 7 മണിക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയത്തുള്ളൂ. വളരെ ബെത്തപ്പാടാണ്, പക്ഷേ നഷ്ടമല്ല കേട്ടോ. ഇത് ആലയത്തിലെ പുഷ്ടി അനുഭവിക്കുക. ഇന്ന് രാവിലെ എന്നോട് ആത്മാ പറയുന്ന ആലയത്തിലെ പുഷ്ടി നിമിത്തം നിന്റെ മുഖം ഒടിഞ്ഞു പൊക്കോളും. നിന്റെ പെടലിക്ക് ദുഷ്ടം വെച്ച മുഖമില്ലേ, അതിന്ന് രാവിലെ ആലയത്തിലെ പുഷ്ടി നിമിത്തം ഒടിഞ്ഞു പോകാൻ പോകുകയാ. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ആലയത്തിലെ പുഷ്ടി നിമിത്തം ചില മുഖങ്ങൾ, ഓ രോഗത്തിൻ്റെ മുഖം, രോഗത്തിൻ്റെ മുഖം, ശാപത്തിൻ്റെ മുഖം, ആഭിചാരത്തിൻ്റെ മുഖം, മന്ത്രവാദത്തിൻ്റെ മുഖം, ശൂന്യതയുടെ മുഖം, ഓ കെടുതികളുടെ മുഖം ഇന്ന് രാവിലെ ദൈവം ഒടിച്ചു കളയുകയാ. ആലയത്തിലെ പുഷ്ടി നിമിത്തം ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ആത്മാവിൽ പ്രതികരിച്ച് ഓ ലൈവിൽ കാണുന്ന സഹോദര, നിന്റെ മേലുള്ള ചില മുഖങ്ങൾ, നിന്റെ തലമുറയുടെ മേലുള്ള ചില മുഖങ്ങൾ ദൈവം ഇന്ന് രാവിലെ ഒടിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖം കേറാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ. ഇന്നലെ ഡൽഹിയിൽ നിന്നൊരു കുടുംബം എന്നെ വിളിച്ചു. അവരുടെ ഏക മകൾ നല്ല മാർക്കോടെ +2 പാസ്സായി. ആ കുട്ടി നീറ്റ് പരീക്ഷ എഴുതി പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് പ്രവേശിക്കേണ്ടതാ. പക്ഷേ അതുവരെ ഇല്ലാത്ത പ്രശ്നം ആരംഭിച്ചു. നീറ്റ് പരീക്ഷ എഴുതിയില്ല. എൻട്രൻസിന് കോച്ചിങ് പറഞ്ഞു, കോച്ചിങ്ങിന് പോയില്ല. രാത്രി വളരെ വൈകി കിടക്കുന്നു. രാവിലെ 12 മണിയായാലും എഴുന്നേക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, കാപ്പി വേണ്ട, ഷേപ്പ് മാറി. എന്നെ വിളിച്ച്, പാസ്റ്ററെ എവിടെ വന്നാൽ കാണാൻ ഒക്കും, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാനാ. ഞാൻ ചോദിച്ചു എവിടുന്നാണ് വരുന്നത്? ഞാൻ വിചാരിച്ച് കേരളത്തിൽ വിടുന്നില്ല. അന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് വരികയാണ്, ഡൽഹിയിൽ നിന്ന് വരികയാണ്. മുഖം കയറിയേക്കുക. പ്രതീക്ഷയുള്ള തലമുറയുടെ പെടലിക്ക് എന്നോ കയറിയേക്കുക, മുഖം കയറിയേക്കുക. വിദ്യാഭ്യാസം പോയി. ഇപ്പം നീറ്റും എഴുതിയില്ല, എൻട്രൻസും എഴുതിയില്ല, പഠിക്കാനും പോകുന്നില്ല, എഴുന്നേക്കത്തില്ല, ഉറക്കം തന്നെ ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഒറ്റമാർഗം, ആലയത്തിലെ പുഷ്ടി നിമിത്തം. വായിച്ചേ, ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയുന്നു, തൃപ്തി പ്രാപിക്കാൻ പോകുകയാ. തൃപ്തിയില്ലാത്ത പല വിഷയങ്ങളിൽ നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. പലതും ഉണ്ടെങ്കിലും വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, കാശുണ്ട്, പക്ഷെ തൃപ്തിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ദൈവം പറയുന്നു, ചിലർക്ക് തൃപ്തി തരാൻ പോകുകയാ. ആരും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒരു തൃപ്തിയുള്ള മനസ്സ്. ഓ ഹല്ലേലൂയ. പിന്നെ ഹന്ന കരഞ്ഞില്ല. ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ ഹന്ന പിന്നെ കരഞ്ഞില്ല. അതുവരെ അവളെന്തായിരുന്നു? കരച്ചിലായിരുന്നു. അതുവരെ കരച്ചിലായിരുന്നു. പക്ഷെ അന്ന് അവൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ശുശ്രൂഷയൊക്കെ മങ്ങിയെങ്കിലും വലിയ വചന വെളിപ്പാടൊന്നും ഇല്ലെങ്കിലും അപ്പച്ചൻ പറഞ്ഞു, ഏലി പുരോഹിതനെ, കുഞ്ഞേ
നീ കഴിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു അല്ലല്ലേ പറഞ്ഞേ? ആ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി. ഇരിപ്പടത്തിൽ നിന്നിക്കാൻ വയ്യ. അവിടെ തന്നെ ഇരുന്ന് പലപ്പോഴും ഉറങ്ങുക. പ്രാർത്ഥിക്കാൻ വരുന്നവരെ പോലും ശരിക്കും മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കുന്നോ കള്ളു കുടിച്ചിരിക്കുകയാണ് പുള്ളിയുടെ ധാരണ. ഹല്ലേലൂയ. വെളിപ്പാടില്ല, വചനമില്ല, എല്ലാം ദുർലഭമാ, വിളക്ക് നേരത്തെ കെടുക. അങ്ങനെയൊക്കെ ആണെങ്കിലും കരഞ്ഞവളോടൊരു ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. കരഞ്ഞവളോട് പറഞ്ഞ ദൂത്, കുഞ്ഞേ നീ ഇനി കരയണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരല്ലേ പറഞ്ഞേ? വന്യവയോധികനായ ഏലി പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആലയത്തിൽ നിന്നൊരു പുഷ്ടി. പിന്നെ അവൾ കരഞ്ഞില്ല. അടുത്തെഴുതിയേക്കുന്ന അവൾ പോയി ആഹാരം കഴിച്ച്. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് പകൽ ചില നിരാശകൾ മാറി നീ സന്തോഷിക്കുന്ന പകലാണ്. മുടങ്ങിക്കിടക്കുന്ന എത്രയോ വർഷമായി പെനിനെന്നെ നിന്നെ വല്ലാതെ മുഷിപ്പിക്കുകയല്ലേ. നീ മുഷിഞ്ഞ് എന്തിനാ ഇനിയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇനിയും ജീവിക്കുന്നത്, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരനുഭവം പോലെ. നിങ്ങൾക്കറിയാമോ, യോന പറഞ്ഞു മരിച്ചാൽ മതി. ആരാ യോന? ഒറ്റ പ്രസംഗത്തിൽ 1,20,000 പേരെ രക്ഷിക്കുവാൻ. ഞാൻ 1000 പ്രസംഗിച്ചിട്ട് ഇത്രയും രക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ പ്രസംഗത്തിൽ 1,20,000 മുകളിൽ ആളുകൾ നിലവിലെന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ആ മനുഷ്യൻ ഇപ്പം പോയി പറയാണ്, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്നെ കാര്യം അറിയാമോ? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഒരു ആവണക്ക് എടുത്തു. ഇന്ന് പുഴു കുത്തിയപ്പോൾ ആവണക്ക് ഉണങ്ങിപ്പോയി. എടാ, ഇന്നലെ മുളച്ചു വന്ന ആവണക്ക് ഇന്ന് ഉണങ്ങിയ നീ ഇതിനെ ഭാരപ്പെടുന്നേ? മുളപ്പിക്കാൻ അവൻ അറിയാമെങ്കിൽ, പുഴുവിനെ അയക്കാൻ അറിയാമെങ്കിൽ, ഉണക്കാൻ അറിയാമെങ്കിൽ, വീണ്ടും കിളിപ്പിക്കാൻ അവൻ അറിയത്തില്ലേ? ഉണങ്ങിയ വടിയെ ഒറ്റ ദിവസം കൊണ്ട് തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാം ഫലം ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞ ചിലതിനെ മുളപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ആകാശം അടച്ചവൻ 3.5 വർഷം മഴ പെയ്യാൻ പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചോൻ, മരിച്ച കൊച്ചിനെ ജീവിപ്പിച്ചോൻ, ഹലോ, യോർദാനെ പുതപ്പ് കൊണ്ടടിച്ച് 2ആക്കിയോൻ ഇപ്പം പറയുവാണ് മരിച്ചാൽ മതി. ഞാൻ മറ്റുള്ള എല്ലാവരേക്കാൾ അത്ര നല്ലവരൊന്നും, മരിച്ചാൽ മതി. കണ്ടിത് ആരാ പറയുന്നത്? നൈൽ നദി രക്തനദിയാക്കിയവൻ, ചെങ്കടൽ കൈനീട്ടി വിഭജിച്ചവൻ, പാറയെന്ന് വെള്ളം ചാടിച്ചവൻ ഇപ്പം പറയാണ് എൻ്റെ പേരങ്ങ് വെട്ടിക്കൂ, എന്നെ ഞാൻ കൊന്നേര്, ഇനി ഞാൻ ജീവിച്ചിട്ടൊന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് നമ്മുടെ സാധാരണ വിശ്വാസി പറയുമല്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ശക്തമായി നിലകൊള്ളുന്നവനെ പോലും ആ വായിൽ നിന്ന് നിരാശയുടെ വാക്ക് പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യാപാരമുണ്ട്. പക്ഷെ നീ ആലയത്തിൽ വന്ന് പുഷ്ടി അനുഭവിക്കുമ്പോൾ പുഷ്ടി നിമിത്തം ആ മുഖം ഇന്ന് രാവിലെ ഒടിയുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ആത്മാവ് പുഷ്ടി നിമിത്തം, ഓ ഹല്ലേലൂയ, ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ മുഖത്തൊരു ആനന്ദം ഉണ്ടാകണം. പ്രശ്നമുണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും എന്തുകൊണ്ട്? എല്ലാ വീട്ടിലും എന്നുമുണ്ട്. ചെറുതോ വലുതായ പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ആരുമില്ല. പക്ഷെ പ്രശ്നങ്ങൾ നിന്നെ കീഴടക്കല്ല. പ്രശ്നമെല്ലാം നിൻ്റെ കാൽ കീഴല്ല. നിൻ്റെ അഭിഷേകം അതിന് മേളില. നീ ഇന്നലെ അവരെ ആനന്ദിക്കണം. ആ പ്രശ്നത്തെ, ഇന്നലത്തെ പ്രശ്നത്തെ പരിഹരിച്ചവൻ കൂടുള്ളതുകൊണ്ട്. ഇന്നലത്തെ പ്രശ്നങ്ങളെ പരിഹരിച്ചത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹലോ, ഇന്നലെ ഉണ്ടായ വലിയ പ്രശ്നം പരിഹരിച്ചില്ലേ? ഇന്നലെ ഉണ്ടായ വലിയ രോഗം സൗഖ്യമാക്കിയില്ലേ? ഇന്നലെ ഉണ്ടായ വഴി തുറന്നില്ലേ? ആ ദൈവത്തിനൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല. അവൻ ഇന്ന് പകലും പ്രവർത്തിപ്പാൻ ശക്തനാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. അകത്തെ മനുഷ്യൻ ഇന്നലെ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. ഭക്തൻ പറയാ, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. ഓ, ഇന്ന് രാവിലെ ആത്മാവിലൊന്ന് കണ്ടേ. ജീവൻ നൽകുന്ന ഒരു ഉറവ. മരിച്ച് കാലിൻ്റെ തള്ളവിരൽ കെട്ടി, കൈയുടെ തള്ളവിരൽ കെട്ടി, താടിയും തലയും കൂട്ടിക്കെട്ടി, മൂക്കി പഞ്ഞിയും വെച്ച്, പുറത്ത് ശീല ചുറ്റി, മുഖം റൂമാല് കൊണ്ട് പൊതിഞ്ഞ്, കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ച്,
കല്ലും വെച്ചടച്ചിട്ട് സഹോദരിമാർ കരയുക. 4-ാമത്തെ ദിവസം യേശു വന്ന് ചോദിച്ചു, എവിടെ വെച്ചേ? അവർ പറഞ്ഞു, ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല, നാറ്റം തുടങ്ങിക്കഴിഞ്ഞു, 4 നാളായി. യേശു പറഞ്ഞു, ഞാൻ ആരാന്നറിയാമോ? നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരാന്നറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ക്ലാസ് എടുത്ത യേശു, ഞാൻ ആ കാക്കലിരുന്നല്ലേ വചനമൊക്കെ പഠിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച. അതൊന്നുമല്ല കുഞ്ഞെ, ഞാൻ വിഷയം വരുന്നതനുസരിച്ച് പേര് മാറുന്ന ആളാണ്. സ്തോത്രം പറഞ്ഞില്ല. വിശക്കുമ്പോൾ ഞാൻ അപ്പമാണ്. ഹലോ, പ്രൈസലോ. പക്ഷെ ഇപ്പം നിന്റെ പ്രശ്നം മരണമല്ലേ? നിന്റെ പ്രശ്നം മരണമാണെങ്കിൽ എൻ്റെ പേര് പുനരുത്ഥാനമാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. നിന്റെ വിഷയം അറിഞ്ഞ് എൻ്റെ പേര് ഇന്ന് രാവിലെ മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കൂടാഹാരത്തിൽ മരണമാണെങ്കിൽ ഞാൻ ജീവനും പുനരുത്ഥാനമാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഓ ഹല്ലേലൂയ. കല്ലറയ്ക്കലേക്ക് പോയത് ശവം കാണാനല്ല, കല്ലറയ്ക്ക് പോയത് അനുശോചനം പറയാനല്ല, കല്ലറയ്ക്ക് പോയത് കരയുന്നവരുടെ കൂടെ കരയാനല്ല. യേശു പറഞ്ഞു, കുഞ്ഞെ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാ. ഇന്ന് രാവിലെ ആലയത്തിൽ വന്ന നിന്നോട് ആത്മാ പറയുന്നു, ജീവന്റെ നദി നിന്റെ കൂടാരത്തിലേക്ക് ഒഴുകാൻ പോകുകയാണ്. ഓ, ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗിച്ചപ്പോൾ ഈ ചൈതന്യം എന്ന വാക്കിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. സ്തോത്രം. അവർ 120-ലധികം ആളുകൾ ഫുള്ളായിട്ട് ജോലിയൊക്കെ അവധിയെടുത്ത് 21 ഇരിക്കുക. ഒരു 50-ലധികം ആളുകൾ 40 ഇരിക്കുക. ഭയങ്കര തീ കത്തുന്ന ആരാധനയാണ്. ഒരല്ലേ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ജീവനും എന്ന് പറഞ്ഞേ. നിങ്ങൾ ഉറങ്ങുകയാണോ? ദൈവത്തിൻ്റെ വചനം ജീവനും. എന്താ ചൈതന്യമെന്ന് ഞാൻ പറഞ്ഞു. എന്താ ചൈതന്യമെന്ന്? ഒരു മനുഷ്യന് ഇതിൽ കൊള്ളുന്നതിനും വരാനില്ല. ഒന്ന്, ആ മനുഷ്യൻ്റെ ഏറ്റവും സ്നേഹിച്ച മകനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കയറി കൊന്നുകളഞ്ഞു. എന്തോ ചെയ്തു? ദുഷ്ടമൃഗം കടിച്ചു കയറി. മൃഗങ്ങൾ ശേഷിപ്പിച്ച ഒരു ചോര പറഞ്ഞ തുണി പുള്ളിയുടെ കയ്യിലുണ്ട്. തൻ്റെ ഏക മകൾ, 12 ആൺപിള്ളേർക്കുണ്ടായ ഏക മകൾ പെങ്ങള് ശേഖ നിവാസികൾ നശിപ്പിച്ചു. അതിൻ്റെ ഭാവി പോയി. സ്തോത്രം. ആ വിഷയത്തിൻ്റെ പേരിൽ പോയി 2 ആൺമക്കൾ കൊലക്കേസിൽ പ്രതിയായി. ഹലോ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ക്ഷാമം വന്ന് അരി മേടിക്കാൻ പോയ ശിമയോനെ മിസ്രൈമിലെ ജയിലിൽ അടച്ചു. ഇപ്പം എത്ര പ്രശ്നമായി? മോനെ കടിച്ചു കയറി കൊന്നു, മോളെ പിഴപ്പിച്ചു, 2 പിള്ളേർ കൊലക്കേസിൽ പ്രതിയായി, അപ്പൻ്റെ തലകുനിഞ്ഞു, ഒരുത്തനിപ്പം ജയിലിൽ കിടക്കുക. അരി മേടിക്കാൻ പോയതാ. സ്തോത്രം. ഇപ്പം വന്നവർ പറയണം, ഇനി അരി വേണോ? ബെന്യാമീനെ കൂടെ കൊണ്ടുപോകണം. ഓ, ആ അപ്പൻ അതുവരെ പറയാതിരുന്നൊരു കാര്യം പറഞ്ഞു. എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് വിടത്തേ ഉള്ളൂ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ നരയെ ദുഃഖത്തോടെ ഒന്ന് പറഞ്ഞേ. എന്ന കാര്യം? യോസഫ് എനിക്ക് പോയി, 2 കുഞ്ഞുങ്ങൾ കൊലക്കേസിൽ പ്രതിയായി, എൻ്റെ മകൾ അപമാനിക്കപ്പെട്ടു, ശിമയോൻ ഇപ്പം എനിക്കില്ല, അതേ ബെന്യാമീനെ കൂടെ കൊണ്ടുപോകാൻ പോവുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രഥം വീട്ടിലോട്ട് വരുന്നു. ഒരു രഥം കണ്ടപ്പോൾ ആ മനുഷ്യന് നിരാശ പോയി, ചൈതന്യമുണ്ടായി. ഇന്നലെ വരെ പുള്ളി പറഞ്ഞത് എനിക്ക് മരിച്ചാൽ മതിയെന്നാണ്. ഒത്തിരി ഭക്തന്മാർ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പം ഈ യാക്കോബും പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്താൽ മതി? മരിച്ചാൽ മതി. അത് പ്രത്യാശയില്ലാത്ത മരണമാണ്. ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ പോകുന്നു പറഞ്ഞിരിക്കുക. രഥത്തെ കയറി അവിടെ ചെന്നപ്പോൾ പർവ്വം വന്ന് ചോദിച്ചു, അപ്പച്ചാ പ്രായം എന്തുകൊണ്ട്? പ്രായം കാരണം ഈ മീശയ്ക്കിടയിൽ കൂടി കണ്ണിക്കൂടെ 20 വർഷം കരഞ്ഞ കണ്ണുനീരൊഴിഞ്ഞ് 2 റോഡുണ്ടായേക്കുക. ബാക്കി മീശയെല്ലാം നരച്ചിരിക്കുക, പക്ഷേ നടുക്കൂടെ കറുത്ത 2 ലൈൻ കണ്ണുനീരൊഴുകിയതാണ്. ഹലോ. പക്ഷെ മുഖത്ത് ഭയങ്കര തേജസ്. 3 പ്രാവശ്യം ദൈവത്തിന് പ്രത്യക്ഷത നേരിട്ട് കണ്ട ആളല്ലേ. അപ്പോൾ ആ തേജസ് യാബോക്കി വെച്ച് കണ്ടത്, ലൂസി വെച്ച് കണ്ടത്, ബഥേലി വെച്ച് കണ്ടത്, ഈ തേജസ് മുഖത്ത് നിൽക്കുക. കണ്ണീരൊഴുകിയിട്ടുള്ള മുഖത്തെന്തുവാ?
ഭയങ്കര ഗ്ലോറിനെസ്സാണ്. നിങ്ങൾ വല്ലതും മിണ്ടുന്നുണ്ടോ? ശ്രദ്ധിച്ചേ. ഇന്ന് രാവിലെ പ്രശ്നമുണ്ടെങ്കിലും മുഖത്ത് ആ ഗ്ലോറിനെസ് പോകല്ലേ കേട്ടോ. ഹല്ലേലൂയ. എന്നോട് ചോദിക്കുന്ന ഈയുടെ പ്രായം കുറഞ്ഞല്ലോ എന്നാ. എനിക്ക് പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുക, കൂടുമല്ല. എൻ്റെ മുഖത്ത് ആ ഗ്ലോറിനെസ് ഉള്ള ഒരല്ലേലൂയ പറയണം. ഇന്ന് രാവിലെ നിരാശപ്പെടരുത്. മുഖത്ത് ഗ്ലോറിനെസ്. ശ്രദ്ധിച്ചേ. ഈ മുഖം കണ്ടപ്പോൾ പറവോൻ എന്ന ഭരണാധികാരി ചോദിച്ചു, അപ്പച്ച വയസ്സ് എത്രയായി? പുള്ളി ഇന്നലെ പറഞ്ഞ ചാകാനിരിക്കാന്നാണ്, കേട്ടോണം. അദ്ദേഹം പറയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ ആകെ 130 വർഷമായി. അത് വളരെ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞേ, എൻ്റെ 130 വയസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആയുസ് എൻ്റെ പിതാക്കന്മാരോളം ആയിട്ടില്ല. ഇന്നലെ ഈ വല്യപ്പൻ പറഞ്ഞ എന്തുവാ? പറ, ചത്താ മതി. ഇപ്പോൾ യോസഫിനെ കണ്ടപ്പോൾ ചാകുന്ന കാര്യം വിട്ടു. എനിക്ക് ഒക്കുവാണെ കുറച്ച് വർഷം കൂടെ ചൈതന്യം വരിക എന്ന് പറഞ്ഞാൽ പിന്നൊരു 17 വർഷം കൂടെ ഈ വല്യപ്പച്ചൻ ജീവിച്ചെന്ന്. 130 ചെന്ന പുള്ളി 147 പോയി, റേഞ്ച് കയറിപ്പോയി. ചൈതന്യം വരിക എന്ന് പറഞ്ഞാൽ നിരാശ മാറണം. നീ വാഗൊണ്ട് പറഞ്ഞ ചത്താ മതി, എന്തിനാ ജീവിക്കുന്നത്? പ്രശ്നം ഞാൻ ചാകുമ്പോൾ തീരും. നീ ചാകുമ്പോൾ പ്രശ്നം തീരത്തില്ല. ബാക്കി ജീവിക്കുന്നവർക്ക് മൊത്തം പ്രശ്നമാണ്. നീ ചാകുമ്പോൾ പ്രശ്നം തീരത്തില്ല. നീ ചാകുമ്പോൾ മറ്റവർക്കെല്ലാം പ്രശ്നം വരുമല്ലേ? ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ 147 വയസ്സ് ജീവിച്ചെന്ന് മാത്രമല്ല, കാണത്തില്ലെന്ന് പറഞ്ഞ മോനെ കണ്ടു, അവൻ്റെ ഭാര്യയെ കണ്ടു, അവനുണ്ടായ 2 പിള്ളേരെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു, മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് അടുക്ക വിളിച്ച് എല്ലാവരെയും കൈവച്ച് അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ ആയുസ് തീർന്നിട്ടില്ല. നിന്റെ പ്രത്യാശ വർദ്ധിക്കണം. ജീവന്റെ നദി നിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് ഒഴുകട്ടെ. ശക്തമായി ദൈവാത്മ പറയുന്നു, നിരാശയെ യേശുവിൻ നാമത്തിൽ ശാസിക്ക്. ആ നിരാശ മാറിപ്പോകട്ടെ, ആ ഭാരം മാറിപ്പോകട്ടെ. നിന്റെ അകം ഇന്ന് രാവിലെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞേ. ഹല്ലേലൂയ. ആലയത്തിലെ പുഷ്ടി. ഓ, ഇങ്ങനൊന്നും ആരാധിച്ചാൽ പോരെ കേട്ടോ. ഈ മെസ്സേജൊക്കെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവർ തുള്ളിച്ചാടി ആരാധിക്കും. ആലയത്തിലെ പുഷ്ടി ഇന്ന് അവരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അനുഭവിക്കാത്തൊരു പുഷ്ടി ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കുക. ചില ക്ഷീണങ്ങൾ, ചില ഭാരങ്ങൾ, ചില രോഗങ്ങൾ, ചില നിരാശകൾ ഇന്ന് അവരെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. ഏറ്റെടുക്കുന്നവർ ആ 2 കരം ഒന്ന് ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അന്ധമായ ചില വെല്ലുവിളികൾ, നീളമായി കിടക്കുന്ന ചില പോരുകൾ ഒക്കെ ഇന്ന് രാവിലെ ഇവിടെ വന്നവരുടെ മാത്രമല്ല, ലൈവിൽ ഈ ദൂത് കേൾക്കുന്നവരുടെയും ഓ ജീവാര ബാബാ ബാബാ ശബ്ദാരാധന വൈഡാരമന രഗൽഖനാദരാജന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പോരുകൾ അഴിയട്ടെ. ആലയത്തിന്റെ പുഷ്ടി, ദൈവത്തിന്റെ ദയയുടെ ആഴം, ജീവന്റെ നദി ഇന്ന് രാവിലെ ജനത്തിന് മേൽ ഒഴുകിയിറങ്ങട്ടെ. ഓ റബ ശബ്ദന, നുകങ്ങൾ ഒടിയട്ടെ. യേശുവിൻ നാമത്തിൽ നുകങ്ങൾ ഒടിയട്ടെ. ഓ ശാപത്തിന്റെ നുകങ്ങൾ, ആഭിചാരത്തിന്റെ നുകങ്ങൾ, നേർച്ച കാഴ്ചയുടെ നുകങ്ങൾ, പാരമ്പര്യത്തിന്റെ നുകങ്ങൾ, രോഗങ്ങളുടെ നുകങ്ങൾ ഇന്ന് രാവിലെ പുഷ്ടി നിമിത്തമേ രണ്ട് കരം നന്നായിട്ടടിച്ച് അതരം തുറന്ന് അന്യഭാഷയിൽ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അടഞ്ഞ ചില വഴികൾ തുറക്കുകയാ. ഓ ചില ഉറവകൾ തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചാരാധിക്കട്ടെ. മുൻപോട്ടുള്ള നന്മയെയും മുൻപോട്ടുള്ള ഉയർച്ചയെയും തടയുന്ന പോരുകൾ രാവിലെ പുഷ്ടി നിമിത്തം ഒടിഞ്ഞു മാറട്ടെ. അടകം ജനകം രഗതം വൈഡം ധിവരം അർത്ഥം മാനം വക്ഷം ഓരക ജാലക രഗതര വൈഡക റീവല വൗഷം സന്ദേ രമനേ നിഗതേ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഒരു ദൈവ കൃപ ഇന്ന് രാവിലെ ആലയത്തിൽ ഇറങ്ങി വെളിപ്പെടട്ടെ. ഓ ഓ ഓ ഓ ഹല്ലേലൂയ. ഭക്തൻ പറഞ്ഞു, തകർച്ചയല്ല, കാണുന്നു ഞാൻ യാഗിൽ ശാശ്വതമായ
ഒരു പാറ. സ്വതന്ത്രം പറഞ്ഞ് ചവിട്ടുമ്പോ താണു പോകുന്ന വെള്ളം കണ്ടെന്നല്ല. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഞാൻ ചവിട്ടുമ്പോ താണു പോകുന്ന ഒരു ചള്ളക്കുഴി കണ്ടെന്നല്ല, ചതുപ്പ് കണ്ടെന്നല്ല. കാണുന്നു ഞാൻ യാഗിൽ ശാശ്വതമായ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളതല്ല, ഡിസംബർ 31 വരെയുള്ളതല്ല, ശാശ്വതമായ ഒരു പാറ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ മൊത്തം ദൂതാകട്ടെ, പറഞ്ഞത് മുഴുവൻ ദൂത. നിങ്ങൾ ഈ മെസ്സേജ് വീട്ടിൽ ചെന്ന് കേൾക്കണം. ഹല്ലേലൂയ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി വളരെ വലുതാ കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഈ ദൂത് വീണ്ടും ആവർത്തിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നിന്നോട് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ ചില അത്ഭുതകരമായ വിടുതല് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നോക്കി നിൽക്കെ. നിന്റെ തകർച്ച കാണാൻ കൊതിച്ചവർ നോക്കി നിൽക്കെ. ചില വിടുതലുകൾ ദൈവം പകരുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞു, എൻ്റെ തകർച്ച കാണാൻ നോക്കി നിന്നോരെല്ലാം, എൻ്റെ വീഴ്ച കാണാൻ നോക്കി നിന്നോരെല്ലാം, പ്രൈസ് ദി ലോർഡ്, നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തിയെങ്കിൽ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഡേറ്റും ഡേയും വെച്ച് സമയം വെച്ച് പറയുന്നു. 2025 നവംബർ മാസം 23-ാം തീയതി ഈ രാവിലെ 8:45 മണിക്ക് ദൈവം നിന്റെ ജീവിതത്തിന്മേൽ ഒരു പുഷ്ടി തരികയാണ്. ഹല്ലേലൂയ. ഒരു ജീവന്റെ ഉറവ തുറക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ നന്നായിട്ട് കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ജീവരബല മനഗധര ജനരി ബലഭൗഷാരമനാധരാറൗടെ അന്തരമനകൾ കനകതരാജ വൈഡകരിബല ധൂമനപരക ശബ്ദൽ പ്രമനപരന്തരജാലകീബലഭൗഷ. അഭിഷേകത്തോടെ ആത്മാവിൽ അല്പനിമിഷങ്ങൾ അന്യഭാഷയിൽ ഓ ഈ പട്ടണത്തിൽ അന്യഭാഷയുടെ ശക്തി ഉയരട്ടെ, ആത്മാവിൻ്റെ ശക്തി ഉയരട്ടെ. ചില പോരുകൾ അഴിയട്ടെ, ചില ശൂന്യതകൾ മാറട്ടെ, ചില നിരാശകൾ മാറട്ടെ. ജീവന്റെ ഉറവ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു ഉപവാസം ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ അത് തുടങ്ങി. ഇന്ന് വൈകിട്ട് ഇവിടെ വെച്ച് പ്രാർത്ഥനയുണ്ട്. കൃത്യം 6:30 യോഗം ആരംഭിക്കും. 8:30 യോഗം അവസാനിക്കും. അതിശക്തനായ ദൈവദാസൻ ഇന്ന് വൈകിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് യോഗം ആരംഭിക്കും. 1 മണിക്ക് അവസാനിക്കും. നാളെ പകൽ സുഭാഷ് കുമരകം പാഷ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ജോബി പാഷ, വൈകിട്ട്. നാളെ കഴിഞ്ഞ് ജയ്മോൻ തിരുവല്ലയാണ്. ബുധനാഴ്ച അനീഷ് കാവാലമാണ്. പാടാന് കർത്താവിൻ്റെ ദാസന്മാരെ കൂടാതെ മറ്റ് 2 ദൈവദാസന്മാരുടെ പാടാനായിട്ട് വരും. മറ്റ് പല പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ കാണും. കഴിയുമെങ്കിൽ ഇന്നു മുതൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ബുധനാഴ്ച രാത്രി ഇവിടുത്തെ ഉപവാസം തീരുമെങ്കിലും ഞാൻ ഉപവാസം നിർത്തുന്നില്ല. ഞാൻ വ്യാഴം, വെള്ളി, ശനി, ഞായർ ചേർത്തക്കൽ ഉപവാസം എടുത്ത് അടുത്ത ഞായറാഴ്ച മാത്രമേ ഉപവാസം അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ബുധനാഴ്ച നിർത്തണമെങ്കിൽ നിർത്താം, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ആണ്ട് അവസാനിക്കും മുമ്പേ ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ നമുക്ക് ദൈവസ്ഥലം താഴാം, ഒന്ന് ഉപവസിക്കാം, ഒന്ന് കരയാം. അത് ജീവന്റെ നദി നിങ്ങളെ കൊഴുങ്ങുവാൻ, ആലയത്തിൻ്റെ പുട്ടി നിമിത്തം നുഖങ്ങൾ ഒടിഞ്ഞു മാറുവാൻ, ആ ദയ വലുതായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധാനം ഒരു നിമിഷം എഴുന്നേക്കാം. ജീസസ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒരു വലിയ ഉത്സവമായി മാറുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്നേഹിതര്, നിങ്ങളുടെ പരിചയക്കാര്, പ്രാർത്ഥന ആവശ്യമുള്ളവര്, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ ആവശ്യബോധമുള്ളവരെല്ലാം കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പട്ടണം വിടുവിക്കപ്പെടട്ടെ.
ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ലിഫ്റ്റ് ഇന്നലെ രാത്രി കൊണ്ട് തീരുമെന്ന് വിചാരിച്ച് രാത്രി വളരെ വൈകി അവർ പണിതെങ്കിലും രാവിലെ അത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നാളെ നിശ്ചയമായിട്ടും അത് ഓപ്പൺ ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ദൈവം പ്രാർത്ഥിച്ച പോലെ ജനറേറ്റർ തന്നു, ഒരല്ലിയെ പറഞ്ഞ് എല്ലാം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ ഈ മക്കളെ, ലൈവിൽ ദൂത് കേൾക്കുന്നവരെ, ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്നവരെ എല്ലാം, വരും ദിവസങ്ങളിൽ കാണുന്നവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്നവന്റെ അനുഭവങ്ങൾ പുതുതാക്കുന്ന ദൈവം, യാക്കോബ് ഇസ്രായേലായതുപോലെ, ഇടയൻ രാജാവായതുപോലെ, ലൂസ് ബേഥേലായതുപോലെ, ദുഷ്ടൻ മൂടിയ കിണറുകൾ രഹബോത്തായതുപോലെ, ഹല്ലേലൂയ, പുതിയ ചില അനുഭവങ്ങളിലേക്ക് ദൈവം ജനത്തെ നടത്താൻ പോകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്ത് അങ്ങയുടെ മക്കളെ അടിയന്റെ മേൽ അങ്ങ് പകർന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പാട്ടുപാടി സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കാമല്ലോ. ആശ്രയം വയ്ക്കുകിലനുദിനം നാഥൻ, സുസ്ഥിരമാനസനവനുമൻ യാഹിൽ. ആശ്രയം വയ്ക്കുകിലനുദിനം നാഥൻ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ. പാർത്ഥിവനവൻ തിരുക്കരങ്ങളിലെന്നും, പാർത്ഥിവനവൻ തിരുക്കരങ്ങളിലെന്നും. കാണുന്നു ഞാൻ യാഹിൽ, എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ, കുന്നുകളകലും വൻപർവ്വത നിരയും തന്നിടം വീണ്ടു പിന്മാറിയെന്നാലും, കുന്നുകളകലും വൻപർവ്വത